Today we are going to discuss about random variables. In the analysis of a random experiment, it is often useful to describe the outcome of a random experiment by a number and the rule or functional relationship that assigns real numbers to each possible outcome of a random experiment is called random variable. അതായത് ചില കേസുകളിൽ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കംസിനെ റിയൽ നമ്പേഴ്സായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ റാൻഡം എക്സ്പെരിമെൻറ്റിനെ ഈസി ആയിട്ട് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കംസിന് റിയൽ നമ്പേഴ്സ് അസൈൻ ചെയ്യുന്ന ആ ഒരു റൂള് അല്ലെങ്കിൽ ആ ഒരു ഫങ്ഷണൽ റിലേഷൻഷിപ്പ് അതിനെയാണ് നമ്മൾ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. Then a random variable can be discrete type or continuous type. A discrete random variable can take on only a countable number of distinct values. അതായത് ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും വരുന്നത്. അതായത് 1, 2, 3 അങ്ങനെ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന് വരുന്നത്. ഓൺ ദി അതർ ഹാൻഡ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ക്യാൻ അസ്യൂം any value within one or more intervals on the real line. അതായത് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന് ഒരു പർട്ടിക്കുലർ റേഞ്ചിനകത്ത് വരുന്ന ഏത് വാല്യൂ വേണമെങ്കിലും വരാം. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ 1നും 2നും ഇടയ്ക്കാണ് വരുന്നതെങ്കിൽ ഈ 1നും 2നും ഇടയ്ക്ക് വരുന്ന ഇൻഫിനിറ്റി നമ്പർ ഓഫ് വാല്യൂസിൽ ഏത് വാല്യൂ വേണമെങ്കിലും ഈ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന് വരാം. അതായത് 1.1, 1.11, 1.12 അങ്ങനെ ഇപ്പോൾ ഏത് വാല്യൂ വേണമെങ്കിലും ഈ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന് വരാം. ഈ 1നും 2നും ഇടയ്ക്ക് നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റിയൽ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഏത് വാല്യൂ വേണമെങ്കിലും ഈ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന് വരാം. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -ഇൻഫിനിറ്റിക്കും +ഇൻഫിനിറ്റിക്കും ഇടയിലാണ് എന്ന് പറയുകയാണെങ്കിൽ ആ -ഇൻഫിനിറ്റിക്കും +ഇൻഫിനിറ്റിക്കും ഇടയിലുള്ള ഏത് വാല്യൂ വേണമെങ്കിലും ഈ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന് വരാം. ഓക്കെ, ഈ ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ ഐഡിയ ക്ലിയർ ആകാനായിട്ട് നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. സപ്പോസ് യു ഫ്ലിപ്പ് എ കോയിൻ 2 ടൈംസ്. നമ്മളൊരു കോയിൻ 2 ടൈംസ് ഫ്ലിപ്പ് ചെയ്യുമെന്ന് വിചാരിക്കാം. ആ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൽ നമുക്ക് കിട്ടാവുന്ന ഔട്ട്കംസ് ഏതൊക്കെയാണ്? 2 ഹെഡ് വരാം, ദെൻ ഒരു ഹെഡും ഒരു ടെയിലും വരാം, ദെൻ ഒരു ടെയിലും ഒരു ഹെഡും വരാം, ദെൻ 2 ടെയിലുകൾ വരാം. ഓക്കെ, അതായത് ഒരു കോയിൻ നമ്മൾ 2 തവണ ടോസ് ചെയ്യാണ്. അതാണ് നമ്മുടെ ഒരു എക്സ്പെരിമെൻറ്റ്. അപ്പം അങ്ങനെ 2 തവണ ടോസ് ചെയ്യുമ്പോൾ വരാവുന്ന കേസുകളെന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ 2 തവണ ഹെഡ് വന്നു, അല്ലെങ്കിൽ ഒരു തവണ ഹെഡും ഒരു തവണ ടെയിലും വന്നു, അല്ലെങ്കിൽ ഒരു തവണ ടെയിലും ഒരു തവണ ഹെഡും വന്നു, അല്ലെങ്കിൽ 2 തവണയും ടെയിൽ വന്നു. ഓക്കെ, സോ ഈ ഒരു എക്സ്പെരിമെന്റിന്റെ പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, നൗ ലെറ്റ് ദി വേരിയബിൾ എക്സ് റെപ്രസെന്റ് ദി നമ്പർ ഓഫ് ഹെഡ്സ് ദാറ്റ് റിസൾട്ട് ഫ്രം ദിസ് എക്സ്പെരിമെന്റ്. ദെൻ ദി വേരിയബിൾ എക്സ് ക്യാൻ ടേക്ക് ഓൺ വാല്യൂസ് 0, 1 or 2 because it is the number of heads that result from this experiment. When we consider this outcome, here the number of heads is 2. Okay, then when we consider this outcome, here the number of heads is 1. Okay, and in this outcome also the number of heads is 1, and here in this outcome the number of heads is 0. Okay, so when we consider this x as number of heads that result from this experiment, then we will get the set of values 0, 1 and 2. Okay, so in this example this x is a random variable because its value is determined by the outcome of a statistical experiment, and also since this random variable x takes on only a discrete set of values, this is a discrete random variable. On the other hand, if a random variable x can take on any value in a finite observation interval, then x is called a continuous random variable. Let's now consider an example for that. Consider that the random variable x represents the amplitude of a noise voltage at a particular instant of time. Then this random variable x is a continuous random variable
because it may take any value between minus infinity to plus infinity. Okay, let's now consider some tools or functions that are used for the analysis of this random variable. First one is probability mass function. Actually, this probability mass function is used along with discrete random variable. Okay, so consider a discrete random variable x which is characterized by a set of allowed values x1, x2, etc. to xn. And the probabilities of the random variable taking on one of these values based on the outcome of the underlying random experiment is called probability mass function. Okay, so probability mass function is the probabilities of random variable taking on one of these values based on the outcome of the underlying random experiment. That means it is the probability that x equal to xi, and it is denoted by probability of x equal to xi, where this small xi can take any of these values from x1 to xn. Okay, and as I said earlier, this probability mass function is used with discrete random variable. Now, to proceed further, we need a probabilistic description of random variable that works equally well for both discrete and continuous random variable. So next we are going to consider such a tool, that is cumulative distribution function. The cumulative distribution function is represented by capital F suffix x of x, and it is given by probability of capital X less than or equal to small x. Okay, so this cumulative distribution function is the probability of the event capital X less than or equal to small x, where this capital X is the random variable and this small x is any value of the random variable. So here we are considering a cumulative probability of all the values that comes below this value. അതായത് ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുക, നമ്മൾ എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ കൺസിഡർ ചെയ്യുക. അതിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ 0, 1, 2, 3 ഈ വാല്യൂസ് ആണെന്ന് വിചാരിക്കുക. ദെൻ നമ്മൾ ഒരു ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുന്നു എഫ് എക്സ് ഓഫ് 2. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ ഈ 2ന് താഴെ വരുന്ന ആ കംപ്ലീറ്റ് വാല്യൂസും കൺസിഡർ ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് 2. ഓക്കെ, സോ ഈ 0, 1 ആൻഡ് 2 കേസസിന്റെ ആ പ്രോബബിലിറ്റീസ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതുകൊണ്ടാണ് നമ്മൾ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ 2ന് താഴെ വരുന്ന ആ ഒരു കംപ്ലീറ്റ് കേസസ് നമ്മൾ എടുക്കുന്നുണ്ട്. സോ ഇവിടെ ഒരു ക്യുമുലേറ്റീവ് കേസാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂള് എന്ന് പറയുന്നത് ഈ ഒരു ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ തന്നെ ഒരു ഓൾട്ടർനേറ്റീവ് ഡിസ്ക്രിപ്ഷൻ ആണ്, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. This probability density function is represented as small f suffix capital X of x, and it is given by the derivative of the cumulative distribution function. That means this small fx of x is equal to d by dx of capital fx of x. Okay, so ഈ cumulative distribution functionന്റെ ഒരു ഡെറിവേറ്റീവ് ആണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ വരുന്നത്. ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെ നമ്മൾ PDF ആയിട്ട് ഡിനോട്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ CDF ആയിട്ട് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ CDFൻ്റെയും PDFൻ്റെയും കേസിൽ വരുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് കൺസിഡർ fx ഓഫ് ഇൻഫിനിറ്റി. ഈ ക്യാപിറ്റൽ fx എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്. ഓക്കെ, സോ ക്യാപിറ്റൽ fx ഓഫ് ഇൻഫിനിറ്റിയുടെ വാല്യൂ എന്തായിരിക്കും വരുന്നത്? നമുക്കിത് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എഫ് എക്സ് ഓഫ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി. ഓക്കെ, സോ ദിസ് വൺ ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി. സോ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇൻഫിനിറ്റിക്ക് താഴെ വരുന്ന ആ കംപ്ലീറ്റ് വാല്യൂസിൻ്റെയും പ്രോബബിലിറ്റി എടുത്ത് നമ്മൾ ആഡ് ചെയ്യണം. സോ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും നമുക്ക് വരുന്നത്? ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ മൈനസ് ഇൻഫിനിറ്റി തുടങ്ങി പ്ലസ് ഇൻഫിനിറ്റി വരെയുള്ള കംപ്ലീറ്റ് വാല്യൂസിൻ്റെയും ആ പ്രോബബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1, ആൻഡ് ഹെൻസ് ദിസ് എഫ് എക്സ് ഓഫ് ഇൻഫിനിറ്റി കറസ്പോണ്ടിങ് ടു പ്രോബബിലിറ്റി ഓഫ് certain event. Okay, so this f(x) of infinity corresponds to
probability of certain event. That means fx of infinity is equal to 1. Then what is the value of fx of minus infinity? നമ്മുടെ ഈ ഒരു ഇക്വേഷൻ അനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? fx of minus infinity is equal to probability of capital X less than or equal to minus infinity. Okay, so this one is equal to probability of capital X less than or equal to minus infinity. അതായത് മൈനസ് ഇൻഫിനിറ്റിയുടെ താഴെ വരുന്ന ആ വാല്യൂസിൻ്റെയൊക്കെ പ്രോബബിലിറ്റി ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0. സോ ദിസ് എഫക്ട്സ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി കറസ്പോണ്ട്സ് ടു പ്രോബബിലിറ്റി ഓഫ് impossible event. Okay, so this corresponds to probability of impossible event, and fx of infinity corresponds to probability of certain event. Okay, next നമുക്ക് ഒരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അതായത് സ്മോൾ fx of x അറിയാമെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ ഒരു ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അതായത് ക്യാപിറ്റൽ fx of x കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. We know the small fx of x അതായത് probability density function is equal to the derivative of cumulative distribution function, or small fx of x is equal to d by dx of capital fx of x. So നമ്മുടെ cumulative distribution function fx of x will be equal to the integral of small fx of x dx. ഓക്കെ, അതായത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ കിട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്മുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഈ ഒരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്, ആൻഡ് ഈ ഒരു എക്സ്പ്രഷനെ നമ്മുടെ എഫക്സ് ഓഫ് എക്സിന്റെ ആ ഒരു എക്സ്പ്രഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ ആ ഒരു എക്സ്പ്രഷൻ കിട്ടും. നെക്സ്റ്റ് നമുക്ക് ഒരു പർട്ടിക്കുലർ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കാം. അതായത് എഫക്സ് ഓഫ് 2 അല്ലെങ്കിൽ എഫക്സ് ഓഫ് 3, അങ്ങനെ ഒരു പർട്ടിക്കുലർ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അതിനുള്ള ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം എന്നുള്ളത് നോക്കാം. സോ വി ആർ ഗോയിങ് ടു കൺസിഡർ ദ ഇക്വേഷൻ ഫോർ എഫക്സ് ഓഫ് എ. ജനറൽ ആയിട്ട് നമ്മുടെ ഈ വാല്യൂവിനെ ഞാൻ എ ആയിട്ട് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് വൺ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എ സ്മോൾ എഫക്സ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, അതായത് എഫക്സ് ഓഫ് എ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെ മൈനസ് ഇൻഫിനിറ്റി ടു എയിൽ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇത് ശരിയാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഈ RHS സൈഡ് കൺസിഡർ ചെയ്യുക. ഇറ്റ് ഈസ് മൈനസ് ഇൻഫിനിറ്റി ടു എ എഫക്സ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റഗ്രൽ ഓഫ് സ്മോൾ എഫക്സ് ഓഫ് എക്സ് എന്താണ്? ഇറ്റ് ഈസ് ക്യാപിറ്റൽ എഫക്സ് ഓഫ് എക്സ്, അല്ലെങ്കിൽ നമുക്ക് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കിട്ടും. ഓക്കെ, ദെൻ ഇതിൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുക മൈനസ് ഇൻഫിനിറ്റി ടു എ. ദെൻ ദിസ് വൺ ഈസ് ഈക്വൽ ടു എഫക്സ് ഓഫ് എ മൈനസ് എഫക്സ് ഓഫ് minus infinity, upper limit minus lower limit. And what is the value of fx of minus infinity? We know it is 0. So this one is equal to capital fx of a. Okay, so ഈ ക്യാപിറ്റൽ fx of a എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു എ സ്മോൾ എഫക്സ് ഓഫ് എക്സ് ഡി എക്സ് വെച്ചിട്ട് നമുക്ക് ഈ ക്യാപിറ്റൽ എഫക്സ് ഓഫ് എ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അതായത് നമുക്ക് എഫക്സ് ഓഫ് 2 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഈ ഒരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് മൈനസ് ഇൻഫിനിറ്റി തുടങ്ങി 2 വരെയാണ്. അതല്ല, നമുക്ക് എഫക്സ് ഓഫ് 5 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഈ ഒരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് മൈനസ് ഇൻഫിനിറ്റി തുടങ്ങി 5 വരെയാണ്. നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് കുറച്ചും കൂടി കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഫോർ ദാറ്റ് കൺസിഡർ ദി ഡിസ്ട്രിബ്യൂഷൻ ഓർ പ്ലോട്ട് ഓഫ് ദി പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഫക്സ് ഓഫ് എക്സ്. ഇതിന്റെ പ്ലോട്ട് ഇപ്പോൾ ഈ ഒരു ഫോമിലാണ് പോകുന്നതെന്ന് വിചാരിക്കുക. ഈ എഫക്സ് ഓഫ് എക്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് നോൺ നെഗറ്റീവ് ആയിരിക്കും വരുന്നത്. ദെൻ നമുക്ക് എഫക്സ് ഓഫ് എ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെ മൈനസ് ഇൻഫിനിറ്റി ടു എയിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഒരു എ എന്ന് പറയുന്ന വാല്യൂ ഇവിടെയാണ് വരുന്നത് എന്നുള്ളത് വിചാരിക്കുക. ആൻഡ് നമുക്കറിയാം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഏരിയയാണ് നമുക്ക് കിട്ടുന്നത്. സോ എഫക്സ് ഓഫ് എ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ആക്ച്വലി വി ആർ കാൽക്കുലേറ്റിംഗ് ദി ഏരിയ അണ്ടർ ദി പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. ഓക്കെ, അതായത് എഫക്സ് ഓഫ് എ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഏരിയ അണ്ടർ ദി പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു എ. ദെൻ നമുക്ക് നമ്മുടെ ഈ ഒരു എക്സ്പ്രഷനെ വേറൊരു ഫോമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. We can also represent this one as fx of x is equal to integral minus infinity to x small
എഫ് എക്സ് ഓഫ് എപ്സിലോൺ ഡി എപ്സിലോൺ. ഈ രണ്ട് ഇക്വേഷൻസും സെയിം തന്നെയാണ്. ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ഇവിടെ എ യൂസ് ചെയ്ത ആ ഒരു പ്ലേസിൽ നമ്മൾ എക്സ് യൂസ് ചെയ്തു. സോ ഇവിടെ എക്സിനെ നമ്മൾ ഒരു പർട്ടിക്കുലർ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെ നമ്മൾ വേറെ ഒരു ഡമ്മി വേരിയബിൾ എപ്സിലോൺ യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്തു. കാരണം ഇവിടെ നമുക്ക് എഫ് എക്സ് ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം നമ്മൾ ഇവിടെ ഇപ്പോൾ എക്സ് എന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന എക്സും ഇവിടെ വരുന്ന ഈ എക്സും രണ്ടും ഡിഫറെന്റ് ആണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി എക്സിന്റെ ടേംസിലുള്ള ഒരു എക്സ്പ്രഷൻ ആണ്. ഇവിടെ എക്സ് മാർക്ക് ചെയ്താൽ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഇത് ഒരു പർട്ടിക്കുലർ വാല്യൂ എന്നുള്ളതാണ്. അതായത് ഒരു 2 അല്ലെങ്കിൽ 3 എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ വാല്യൂ ആയിട്ടാണ് നമ്മളിവിടെ ഈ എക്സിനെ മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു സെയിം എക്സ്പ്രഷനിൽ തന്നെ നമുക്ക് ആ സെയിം എക്സിനെ രണ്ട് കേസുകളായിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഇവിടെ രണ്ട് സ്ഥലത്തും നമുക്ക് എക്സ് തന്നെ ഡിനോട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. സോ നമ്മൾ ഈ ഒരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെ വേറെ ഒരു ഡമ്മി വേരിയബിൾ യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്തു. ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു റെപ്രസെന്റേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. സോ കൺഫ്യൂഷൻ ആകരുത്. ദെൻ what is the value of integral minus infinity to plus infinity small fx of x dx? ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും വരുന്നത്? നമ്മൾ ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെ മൈനസ് ഇൻഫിനിറ്റി തുടങ്ങി പ്ലസ് ഇൻഫിനിറ്റി വരെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? നമുക്കറിയാം ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ക്യാപിറ്റൽ എഫ് എക്സ് ഓഫ് എക്സ് ആണ്. അതായത് നമ്മുടെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്. ദെൻ ഇതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുക മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് എക്സ് ഓഫ് ഇൻഫിനിറ്റി മൈനസ് ക്യാപിറ്റൽ എഫ് എക്സ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് വരും. ആൻഡ് വി നോ എഫ് എക്സ് ഓഫ് ഇൻഫിനിറ്റി ഈസ് 1 and fx of minus infinity is 0. So this one is equal to 1. സോ നമ്മുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റിയിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് 1. അതായത് നമ്മൾ ഈ ഒരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് എ നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ. നെഗറ്റീവ് വാല്യൂ വരില്ല, പോസിറ്റീവ് ആയിരിക്കും വരുന്നത്. ആൻഡ് ദി ടോട്ടൽ ഏരിയ അണ്ടർ ദ കർവ് ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, അതായത് ഈ ഒരു കർവ് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഏരിയ ആണ് കിട്ടുന്നത്. ആ ഒരു മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി റേഞ്ച് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും നോൺ നെഗറ്റീവ് ആയിരിക്കും. ആൻഡ് ഓൾസോ ദി ഏരിയ അണ്ടർ ദി കർവ് വിൽ ബി ഈക്വൽ ടു 1. ഓക്കെ, അതാണ് നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് ക്ലിയർ ആകുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു കേസ് കൺസിഡർ ചെയ്യാം. കൺസിഡർ ദി ഇവന്റ് x1 ലെസ് ദാൻ ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു x2. ഈ ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ റാൻഡം വേരിയബിൾ ആണ്. അതിൽ വന്നിരിക്കുന്ന രണ്ട് വാല്യൂസ് ആണ് x1ഉം x2ഉം. സോ ആ x1നും x2നും ഇടയ്ക്ക് കിടക്കുന്ന ആ വാല്യൂസിൻ്റെ ഒരു സെറ്റാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ദെൻ ഈ ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി നമുക്ക് എങ്ങനെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതായത് വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് പ്രോബബിലിറ്റി ഓഫ് x1 ലെസ് ദാൻ ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു x2. ഈ ഒരു പ്രോബബിലിറ്റിനെ നമുക്ക് രണ്ടായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ദിസ് വൺ ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു x2 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു x1. ഓക്കെ, അതായത് ഈ ഒരു ഇവന്റ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്, ഈ ഒരു കേസ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് x1 തുടങ്ങി x2 വരെയുള്ള ആ വാല്യൂസ് ആണ്. x1 ഇവിടെ ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ x2 വരെയുള്ള കേസുകൾ എടുത്തു, അതിൽ നിന്ന് ആ x1 വരെയുള്ള കേസുകൾ മൈനസ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ദെൻ ഈ പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു x2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ക്യാപിറ്റൽ എഫ് എക്സ് ഓഫ് x2 അല്ലേ? അതായത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്. ആൻഡ് what is this one? This is capital fx of x1. Okay, a cumulative distribution function of x1. Okay, then ഇതിനെ probability density function യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? This one is equal to integral x1 to x2 small fx of x dx. Okay, അതായത് നമ്മുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കിട്ടും. ശരിയല്ലേ? സോ ഇൻ്റഗ്രൽ ഓഫ് എഫ് എക്സ് ഓഫ് എക്സ് ഡി എക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാപിറ്റൽ എഫ് എക്സ് ഓഫ് എക്സ് കിട്ടും. ദെൻ ഇവിടെ നമുക്ക് എഫ് എക്സ് ഓഫ് x2 മൈനസ് എഫ് എക്സ് ഓഫ് x1 ആണ്. സോ ഇവിടെ നമ്മൾ ലിമിറ്റ് കൊടുക്കേണ്ടത് x1ഉം x2 ആണ് അല്ലേ? അതായത് ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് വരുന്നത്? ദിസ് വൺ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് എക്സ് ഓഫ് എക്സ് ഇൻ ദി ലിമിറ്റ്
x1 to x2 ആണ് അല്ലേ. ആൻഡ് ദിസ് വൺ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് എക്സ് ഓഫ് x2 മൈനസ് ക്യാപിറ്റൽ എഫ് എക്സ് ഓഫ് x1 ആണ് വരുന്നത്. ഓക്കെ, അത് തന്നെയല്ലേ ഈ എഴുതിയിരിക്കുന്നത്. സോ നമുക്ക് ഇതിനെ ഈ ഒരു ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് പ്രോബബിലിറ്റി ഓഫ് x1 ലെസ് ദാൻ ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു x2 ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ x1 ടു x2 സ്മോൾ എഫ് എക്സ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷൻ്റെ മീനിങ് എന്താണ്? നമുക്ക് ഒരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ, അതായത് ഈ എഫ് എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ കർവ് നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ x1 ടു x2 വരെയുള്ള ഒരു ഇവൻറ്റ് x1 ലെസ് ദാൻ ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു x2 എന്ന് പറയുന്ന ഈ ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെ ഈ x1 തുടങ്ങി x2 വരെയുള്ള ആ ഒരു റേഞ്ചിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു കൺസിഡർ ദ കേസ് ഓഫ് സെവറൽ റാൻഡം വേരിയബിൾസ്. ഇതുവരെ നമ്മൾ ഒരു സിംഗിൾ റാൻഡം വേരിയബിൾ വെച്ചിട്ടുള്ള ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനുമാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് രണ്ട് റാൻഡം വേരിയബിൾ കൺസിഡർ ചെയ്തിട്ടുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനും ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും എങ്ങനെ വരും എന്നുള്ളത് നോക്കാം. സോ കൺസിഡർ ടു റാൻഡം വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. ദെൻ വി ക്യാൻ ഡിഫൈൻ ദി ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഫ് x comma y of x comma y is equal to probability of capital X less than or equal to small x comma capital Y less than or equal to small y. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ജോയിൻറ്റ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഈ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ നമ്മൾ സിംപ്ലി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്നും പറയും. ഓക്കെ, സോ ദിസ് ഈസ് അവർ ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. നമുക്കറിയാം ഒരു സിംഗിൾ വേരിയബിളിൻ്റെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ എഫ് എക്സ് ഓഫ് എക്സ് ആയിട്ടാണ്. ആൻഡ് വി നോ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ്. ദെൻ ഇവിടെ നമ്മൾ രണ്ട് റാൻഡം വേരിയബിൾസ് കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. ഇവിടെ നമ്മൾ ക്യാപിറ്റൽ എഫിന് സഫിക്സ് ആയിട്ട് ആ രണ്ട് റാൻഡം വേരിയബിൾസും കോമ ഇട്ട് എഴുതുക. ദെൻ ഇവിടെ ഈ ഫസ്റ്റ് റാൻഡം വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ആദ്യം എഴുതുക, കോമ ഈ സെക്കൻഡ് റാൻഡം വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് രണ്ടാമത് എഴുതുക. ഓക്കെ, ദെൻ ഇതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ രണ്ട് കേസുകൾ വന്നിട്ടുണ്ട്, രണ്ട് റാൻഡം വേരിയബിൾസ് വന്നിട്ടുണ്ട്. സോ ഇവിടെയും നമ്മൾ ആ രണ്ട് കേസുകൾ റെപ്രസെൻ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന ആ റാൻഡം വേരിയബിളിൻ്റെ ആ സെയിം ഓർഡറിൽ തന്നെ വേണം നമ്മൾ ഇവിടെയും എഴുതാനായിട്ട്. നമ്മൾ ഒരു സിംഗിൾ വേരിയബിളിൻ്റെ കേസിൽ പറഞ്ഞ ആ ഒരു സെയിം ഫോം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ രണ്ട് റാൻഡം വേരിയബിൾസ് ഉള്ളത് കൊണ്ട് അതിനെ നമ്മൾ ജസ്റ്റ് ഒരു കോമ ഇട്ടിട്ട് ആ രണ്ടെണ്ണവും സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ എഴുതണം എന്നുള്ള ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ജോയിൻറ്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഇക്വേഷൻ എങ്ങനെ എഴുതാമെന്നുള്ളത് നോക്കാം. ഒരു സിംഗിൾ വേരിയബിളിൻ്റെ കേസിൽ നമുക്കറിയാം പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഡെറിവേറ്റീവ് ഓഫ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അതേപോലെ തന്നെ ഇവിടെയും ഈ ജോയിൻറ്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഡെറിവേറ്റീവ് ഓഫ് ദിസ് ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. Then we will denote this joint probability density function as small f suffix x comma y, capital X comma y of small x comma y. Okay, and this one is equal to dou square capital F suffix x comma y of x comma y divided by dou x dou y. Okay, അതായത് നമ്മുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ്. ഇവിടെ നമുക്ക് രണ്ട് റാൻഡം വേരിയബിൾസ് വന്നിട്ടുണ്ട്. സോ നമ്മൾ ഇവിടെ ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ് കേസാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഒരു സിംഗിൾ വേരിയബിൾ CDF ആൻഡ് PDF കേസിൽ പറഞ്ഞ പ്രോപ്പർട്ടീസൊക്കെ ഈ കേസിലും നമുക്ക് ആപ്ലിക്കബിൾ ആണ്. നമ്മൾ ഒരു സിംഗിൾ വേരിയബിൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ കേസിൽ പറഞ്ഞിരുന്നു അതിനെ -∞ ടു +∞ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1 ആയിരിക്കും. ഇവിടെയും നമ്മൾ ഈ ഒരു ജോയിൻറ്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെ -∞ ടു +∞ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് 1. ബട്ട് ഹിയർ വി നീഡ് ടു കൺസിഡർ ഡബിൾ ഇൻ്റഗ്രൽ ബിക്കോസ് ഹിയർ വി ഹാവ് two random variables x and y.
So in the case of joint probability density function, we can write integral minus infinity to plus infinity, integral minus infinity to plus infinity, small f x comma y of x comma y dx dy is equal to 1. ദെൻ ഇവിടെ നമുക്ക് ഈ സ്മോൾ എക്സ് ആൻഡ് സ്മോൾ വൈക്ക് പകരം വേറെ ഒരു ഡമ്മി വേരിയബിൾ യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യാം. അതായത് ഡബിൾ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി സ്മോൾ എഫ് സഫിക്സ് എക്സ് കോമ വൈ ഓഫ് എപ്സിലോൺ കോമ ഈറ്റ ഡി എപ്സിലോൺ ഡി ഈറ്റ ഈസ് ഈക്വൽ ടു 1. ദെൻ നമുക്ക് ഈ ജോയിന്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അറിയാമെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് we can find the probability density function of a single random variable. ഓക്കെ, അതായത് ഈ എഫ് എക്സ് വൈ ഓഫ് എക്സ് വൈ നമുക്ക് അറിയാമെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എഫ് എക്സ് ഓഫ് എക്സ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ അത് എങ്ങനെയാണെന്നുള്ളത് നെക്സ്റ്റ് നമുക്ക് നോക്കാം. സോ കൺസിഡർ ദാറ്റ് വി ഹാവ് എ ജോയിന്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ദിസ് small f x comma y of small x comma y. Then by using this we can calculate the distribution function of a single random variable x as this capital fx of x is equal to integral minus infinity to plus infinity, integral minus infinity to x small f x comma y of epsilon comma eta d epsilon d ഈറ്റ. ഇവിടെ ഈ എപ്സിലോൺ ആൻഡ് ഈറ്റ എന്ന് പറയുന്നത് ഡമ്മി വേരിയബിൾ ആണ്. ആൻഡ് ദിസ് എക്സ് ഈസ് എ പർട്ടിക്കുലർ വാല്യൂ. ഓക്കെ, അതായത് ഇവിടെ എഫ് എക്സ് ഓഫ് 3 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് മൈനസ് ഇൻഫിനിറ്റി ടു 3 ആണ്. ഓക്കെ, അതല്ല ഇവിടെ നമ്മൾ എഫ് എക്സ് ഓഫ് 5 ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് മൈനസ് ഇൻഫിനിറ്റി ടു 5 ആണ്. ഓക്കെ, ഈ ഒരു കേസ് നമ്മൾ സിംഗിൾ റാൻഡം വേരിയബിളിൻ്റെ കേസിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് നമ്മുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കിട്ടും. ദെൻ ഇവിടെ നമ്മൾ എക്സ് എന്ന് പറയുന്ന ആ ഒരു റാൻഡം വേരിയബിളിൻ്റെ കേസാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ വൈയുടെ ഇൻ്റഗ്രൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ആൻഡ് എക്സിൻ്റെ ആ ഒരു ഇൻ്റഗ്രൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു എക്സ്. Then differentiating this equation on both sides with respect to x, we will get the probability density function fx of x, and this one is equal to integral minus infinity to plus infinity small f x comma y of x comma eta d eta. Okay, അതായത് നമ്മുടെ ഈ ഒരു ഇക്വേഷനെ രണ്ട് സൈഡിലും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സോ നമ്മുടെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ കിട്ടും. ഓക്കെ, സോ ഇതിന്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് സ്മോൾ എഫ് എക്സ് ഓഫ് എക്സ് ആണ്. ദെൻ ഈ ആർ എച്ച് എസിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് എഫ് എക്സ് വൈ ഓഫ് ദിസ് എക്സ് കോമ ഈറ്റ ഡി ഈറ്റ വരും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എങ്ങനെ വരും എന്നുള്ളത് നോക്കാം. സോ വി ആർ ഗോയിങ് ടു കൺസിഡർ ദി കേസ് ഓഫ് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് വൈ ഗിവൺ ദാറ്റ് ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ്. ഓക്കെ, അതായത് ഈ ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിളിന്റെ ആ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് ഈ സ്മോൾ എക്സ് ആണെന്നുള്ളത് നമുക്കറിയാം. ഓൾറെഡി ഇത് ഒക്കർ ചെയ്തു. ദെൻ ഇത് ഒക്കർ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വൈ ഒക്കർ ചെയ്യാനായിട്ടുള്ള ആ ഒരു കേസിലെ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഇക്വേഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. വി ക്യാൻ ഡിനോട്ട് ദി കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് റാൻഡം വേരിയബിൾ വൈ ഗിവൺ ദാറ്റ് റാൻഡം വേരിയബിൾ എക്സ് ഈസ് ഈക്വൽ ടു സ്മോൾ എക്സ് ആസ് ദിസ് സ്മോൾ എഫ് സഫിക്സ് ക്യാപിറ്റൽ വൈ ഓഫ് സ്മോൾ വൈ ഗിവൺ ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ്. നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓൾറെഡി പഠിച്ചതാണ്. ആ ഒരു സെയിം ഫോമിൽ തന്നെയാണ് ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനും വരുന്നത്. ഇവിടെ ഈ റാൻഡം വേരിയബിൾ ക്യാപിറ്റൽ എക്സിന്റെ ഔട്ട്കം ഈ സ്മോൾ എക്സ് ആണെന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. അതായത് ഈ ഒരു കേസ് ഓൾറെഡി ഒക്കർ ചെയ്തതാണ്. ദെൻ ഇത് കഴിഞ്ഞിട്ട് ഈ വൈ ഒക്കർ ചെയ്യാനായിട്ടുള്ള ആ ഒരു കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഇവിടെയും നമ്മൾ ആ ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ കേസിൽ പറഞ്ഞ ആ ഒരു സെയിം ഫോമിൽ തന്നെയാണ് ഇക്വേഷൻസും വരുന്നത്. ഇവിടെ നമ്മൾ ആ പ്രോബബിലിറ്റിക്ക് പകരം ഈ ഒരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് വേണം ആ ഇക്വേഷൻ എഴുതാനായിട്ട്. സോ ഹിയർ വി വിൽ ഗെറ്റ് ദിസ് വൺ ഈസ് ഈക്വൽ ടു എഫ് എക്സ് കോമ വൈ ഓഫ് എക്സ് കോമ വൈ ഡിവൈഡഡ് ബൈ എഫ്
എക്സ് ഓഫ് എക്സ്. ഓക്കെ, അതായത് നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബിയിൽ നമുക്ക് ന്യൂമറേറ്ററിൽ പ്രോബബിലിറ്റി ഓഫ് എ ബി ആണ് വന്നിരുന്നത്. സോ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ആ ഒരു ജോയിന്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഇവിടെ കൺസിഡർ ചെയ്യണം. ദെൻ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബിയിൽ നമുക്ക് ഡിനോമിനേറ്ററിൽ ആ പ്രോബബിലിറ്റി ഓഫ് ബി ആണ് വന്നിരുന്നത്. സോ ഇവിടെ നമ്മൾ ഇതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ വേണം എഴുതാനായിട്ട്. ഓക്കെ, സോ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ് വരുന്നത്. ആൻഡ് ഹിയർ വി ആർ കൺസിഡറിംഗ് ദാറ്റ് ദിസ് എഫ് എക്സ് of x is greater than 0 and this small fx of x is called marginal density of random variable x. ഓക്കെ, സോ ഈ രണ്ട് റാൻഡം വേരിയബിൾസ് കൺസിഡർ ചെയ്തിരിക്കുന്ന ഈ കേസിൽ ഈ സ്മോൾ എഫ് എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി മാർജിനൽ ഡെൻസിറ്റി ഓഫ് റാൻഡം വേരിയബിൾ എക്സ് ആൻഡ് ദിസ് സ്മോൾ എഫ് എക്സ് കോമ വൈ ഓഫ് എക്സ് കോമ വൈ ഇസ് ദി joint probability density function of random variables x and y. Okay, then നമ്മൾ ഈ ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ദിസ് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ സാറ്റിസ്ഫൈസ് all the requirements of an ordinary probability density function. That means the conditional probability density function of y given capital X equal to small x is always greater than or equal to 0. അതായത് ഈ ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് നോൺ നെഗറ്റീവ് ആയിരിക്കും വരുന്നത്. ദെൻ അതേപോലെ തന്നെ ഇൻ്റഗ്രൽ -∞ ടു +∞ സ്മോൾ എഫ് വൈ ഓഫ് വൈ ഗിവൺ ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ് ഡി വൈ ഈസ് ഈക്വൽ ടു 1. അതായത് ഒരു ഓർഡിനറി പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷന്റെ കേസിൽ വരുന്ന ആ റിക്വയർമെന്റ്സ് ഒക്കെ ഈ ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ റാൻഡം വേരിയബിൾസ് എക്സും വൈയും സ്റ്റാറ്റിസ്റ്റിക്കലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ആ ഒരു കേസിൽ വരുന്ന കുറച്ച് റിലേഷൻസ് നോക്കാം. ഇഫ് എക്സ് ആൻഡ് വൈ ആർ സ്റ്റാറ്റിസ്റ്റിക്കലി ഇൻഡിപെൻഡന്റ് ദെൻ ദി നോളജ് ഓഫ് ദി outcome x will not affect the distribution of y. So in this case the conditional probability density function small fy of y given capital X equal to small x reduces to marginal density small fy of y. Okay, അതായത് നമ്മുടെ ക്യാപിറ്റൽ എക്സ് ആൻഡ് ക്യാപിറ്റൽ വൈ എന്ന് പറയുന്ന ഈ റാൻഡം വേരിയബിൾസ് സ്റ്റാറ്റിസ്റ്റിക്കലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഈ എക്സിന്റെ ഒക്കറൻസ് വൈനെ അഫക്റ്റ് ചെയ്യുന്നില്ല. സോ നമുക്ക് ഈ ഒരു കണ്ടീഷൻ ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ദിസ് എഫ് വൈ ഓഫ് വൈ ഗിവൺ എക്സ് ഈക്വൽ ടു എക്സ് റെഡ്യൂസസ് ടു എഫ് വൈ ഓഫ് വൈ. അതായത് ഈ റാൻഡം വേരിയബിൾസ് എക്സും വൈയും സ്റ്റാറ്റിസ്റ്റിക്കലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ this conditional probability density function reduces to marginal density. Then in this case we can write small f x comma y of x comma y is equal to small f x of x into small f y ഓഫ് y. ഓക്കെ, അതായത് നമ്മൾ ആ ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ ആ സെയിം ഫോമിൽ തന്നെ നമുക്ക് ഈ ഒരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഈ ഒരു എക്സ്പ്രഷൻ കിട്ടും. അതായത് ഈ റാൻഡം വേരിയബിൾസ് എക്സും വൈയും സ്റ്റാറ്റിസ്റ്റിക്കലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് ദിസ് ജോയിന്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ സ്മോൾ എഫ് എക്സ് കോമ വൈ ഓഫ് എക്സ് കോമ വൈ ഇസ് ഈക്വൽ ടു എഫ് എക്സ് ഓഫ് എക്സ് ഇൻറ്റു എഫ് വൈ ഓഫ് വൈ. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് പ്രൂവ് ചെയ്യാം. അതായത് വി നോ conditional probability density function fy of y given x equal to x is equal to f x comma y of x comma y divided by fx of x. Then as we seen earlier, if x and y are statistically independent then fy of y given x equal to x is equal to fy of y. Okay, so this one is equal to fy of y. So we can write fy of y is equal to fxy of x comma y divided by fx of x, and from this we can write fxy of x comma y is equal to fx of x into fy of y. Okay,
നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു കൺസിഡർ ദി കേസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആവറേജസ്. ആക്ച്വലി ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ആവറേജസ് എന്ന് പറയുന്ന ടോപ്പിക്ക് സിലബസിൽ ഇങ്ങനെ എടുത്തു പറയുന്നില്ല, പക്ഷേ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. സോ ആ ഒരു ഐഡിയ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, നമ്മൾ ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ അനാലിസിസ് കൺസിഡർ ചെയ്യുമ്പോൾ ദി ആവറേജ് ബിഹേവിയർ ഓഫ് ദി ഔട്ട്കംസ് arising in random experiment is an important factor in the analysis. സോ ഈ ഔട്ട്കംസിന്റെ ആവറേജ് ബിഹേവിയർ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. കൺസിഡർ ദി പോസിബിൾ ന്യൂമറിക്കൽ വാല്യൂസ് ഓഫ് റാൻഡം വേരിയബിൾ എക്സ് ആർ x1, x2, etc. with probabilities of occurrence p of x1, p of x2, etc. ഓക്കെ, അതായത് ഈ x1ന്റെ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്നത് p of x1 ആണ്, x2ന്റെ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്നത് p of x2 ആണ്. അങ്ങനെ then as the number of measurements n of random variable x becomes very large, then we can say the outcome x equal to x1 would occur capital N into p of x1 times, and the outcome capital X equal to x2 would occur capital N into p of x2 times, etc. ഓക്കെ, അതായത് നമ്മൾ നമ്മുടെ ഈ മെഷർമെന്റ്സ് n ടൈംസ് ചെയ്യണമെന്ന് വിചാരിക്കുക. അതായത് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നതാണ് ഈ ക്യാപിറ്റൽ N. ദെൻ അതിൽ x1 എന്ന് പറയുന്ന ഔട്ട്കം n1 ടൈംസ് വന്നു കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് ദി പ്രോബബിലിറ്റി ഓഫ് x1 ഈസ് ഈക്വൽ ടു n1 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N. ഈ ഒരു റിലേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ദെൻ ഇതിൽ നിന്ന് n1ന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? n1 ഈസ് ഈക്വൽ ടു n ഇൻറ്റു p ഓഫ് x1. അതായത് ഈ x1 എന്ന് പറയുന്ന നമ്മുടെ ഔട്ട്കം n1 ടൈംസ് ഒക്കർ ചെയ്തു, ഓർ വി ക്യാൻ സേ x1 എന്ന് പറയുന്ന ഔട്ട്കം n ഇൻറ്റു px1 ടൈംസ് ഒക്കർ ചെയ്തു. ദെൻ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കേസുകളും പറയാം. x2 എന്ന് പറയുന്ന ഔട്ട്കം n ഇൻറ്റു px2 ടൈംസ് ഒക്കർ ചെയ്യും. അതുപോലെ തന്നെ x3 എന്ന് പറയുന്ന ഔട്ട്കം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് n ഇൻറ്റു px3 ടൈംസ് ഒക്കർ ചെയ്യും. അങ്ങനെ ദെൻ ദി അരിത്മെറ്റിക് സം ഓഫ് ഓൾ n മെഷർമെന്റ്സ് ഈസ് ഈക്വൽ ടു x1 ഇൻറ്റു n px1 പ്ലസ് x2 ഇൻറ്റു n px2 പ്ലസ് എക്സെട്ര. ഓക്കെ, അതായത് x1 എന്ന് പറയുന്ന ഔട്ട്കം n px1 ടൈംസ് ഒക്കർ ചെയ്തു. സോ അതിന്റെ ആ ഒരു ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് x1 ഇൻറ്റു n px1 ആണ്. അതുപോലെ തന്നെ x2 എന്ന് പറയുന്ന ഔട്ട്കം n px2 ടൈംസ് ഒക്കർ ചെയ്തു. സോ അതിന്റെ ആ ടോട്ടൽ എന്ന് പറയുന്നത് x2 ഇൻറ്റു n px2 ആണ്. ദെൻ ഇതേപോലെ തന്നെ x3 എന്ന് പറയുന്നത് n px3 ടൈംസ് ഒക്കർ ചെയ്തു. സോ ആ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് x3 ഇൻറ്റു n px3 ആണ്. സോ അങ്ങനെ അതെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ദി അരിത്മെറ്റിക് സം ഓഫ് ഓൾ n മെഷർമെന്റ്സ്. ദെൻ വി ക്യാൻ റൈറ്റ് ദിസ് ഇക്വേഷൻ ആസ് ദിസ് വൺ ഈസ് ഈക്വൽ ടു n ഇൻറ്റു സിഗ്മ ഓവർ i xi ഇൻറ്റു p xi. ഇപ്പോൾ ഐയുടെ വാല്യൂ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ ആ ചെയ്യുന്ന നമ്പർ ഓഫ് മെഷർമെന്റ്സിനനുസരിച്ചിട്ട് അത് മാറും. സോ ഈ ഇക്വേഷനിൽ നമ്മൾ n കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തു. ദെൻ നമുക്ക് xi pxi ടേമുകൾ വരുന്നുണ്ട്. സോ അതിനെ നമ്മൾ ആ സിഗ്മ xi pxi ആയിട്ട് ഡിനോട്ട് ചെയ്തു. സോ ഇതാണ് നമ്മുടെ ടോട്ടൽ സം. ദെൻ ഇതിൽ നിന്ന് ആവറേജ് വാല്യൂ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മൾ എത്ര തവണ മെഷർമെന്റ്സ് ചെയ്തിട്ടുണ്ട്? n ടൈംസ് നമ്മൾ മെഷർമെന്റ്സ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇതിൽ നിന്ന് ആവറേജ് വാല്യൂ കിട്ടാനായിട്ട് വി നീഡ് ടു ഡിവൈഡ് ദിസ് വൺ ബൈ ക്യാപിറ്റൽ N. സോ ദി ആവറേജ് വാല്യൂ ഈക്വൽ ടു സിഗ്മ i xi p xi. ഓക്കെ, സോ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് സിഗ്മ xi pxi ആണ്. സോ നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ കേസ് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ആവറേജ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. Then when we consider this average value, it is a weighted mean. Okay, ഈ ഒരു മീൻ വാല്യൂ അല്ലെങ്കിൽ ഈ ഒരു ആവറേജ് വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എ വെയ്റ്റഡ് മീൻ. എന്തുകൊണ്ടാണ് ഇതിന് വെയ്റ്റഡ് മീൻ എന്ന് പറയുന്നത്? ഹിയർ ദി വാല്യൂസ് വിത്ത് ഹയർ പ്രോബബിലിറ്റി ഹാവ് ഹയർ കോൺട്രിബ്യൂഷൻ ടു ദി മീൻ. അതായത് നമ്മളിവിടെ ഈ എല്ലാ ടേമുകളും തമ്മിൽ ആഡ് ചെയ്തെടുക്കുകയാണ്. ദെൻ ഈ ഒരു പ്രോബബിലിറ്റി ടേമിന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ ആ കറസ്പോണ്ടിങ് xi pxi വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഗ്രേറ്റർ. അതേപോലെ തന്നെ
ഈ PXI വാല്യൂ കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ വാല്യൂ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. സോ ഹിയർ ദി വാല്യൂസ് വിത്ത് ഹയർ പ്രോബബിലിറ്റി ഹാവ് ഹയർ കോൺട്രിബ്യൂഷൻ ടു ദി മീൻ ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് എ വെയ്റ്റഡ് മീൻ. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ കേസിലാണ്. ദെൻ നമുക്ക് ഈ ഒരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ അനാലിസിസിൽ വേണ്ടത് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ കേസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ആണ്. നമുക്ക് ഈ ഒരു ഫോമിൽ തന്നെ ആ ഒരു ഇക്വേഷൻ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. നോർമലി നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ കേസിലാണ് ഈ പ്രോബബിലിറ്റി ടേം യൂസ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് കേസിൽ നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് എങ്ങനെ ആ ഒരു ഇക്വേഷൻ എഴുതാം എന്നുള്ളത് നോക്കാം. വി ക്യാൻ റൈറ്റ് ദ മീൻ ഓർ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എ റാൻഡം വേരിയബിൾ x as mx. It is denoted by this representation small m suffix capital X, and this one is equal to integral minus infinity to plus infinity x small fx of x dx. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഇക്വേഷന്റെ ആ ഒരു സെയിം ഫോമിൽ തന്നെ നമുക്ക് ഇത് എഴുതാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ സിഗ്മ യൂസ് ചെയ്തു, അതിന് പകരം കണ്ടിന്യൂസ് കേസ് ആകുമ്പോൾ ഇന്റഗ്രൽ യൂസ് ചെയ്യുക. ദെൻ ഇവിടെ ആ എക്സ് വന്നു. ദെൻ ഇവിടെ പ്രോബബിലിറ്റിക്ക് പകരം ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ആ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ വന്നു. സോ ഇത് ഡിസ്ക്രീറ്റിന്റെ കേസിൽ, ഇത് കണ്ടിന്യൂസിന്റെ കേസിൽ നമുക്ക് യൂസ് ചെയ്യാം. ഈ ഒരു ഇക്വേഷൻ ആണ് നോർമലി നമുക്ക് ഇവിടെ ആവശ്യമുള്ളത്. ഓക്കെ, സോ ദ മീൻ ഓർ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എ റാൻഡം വേരിയബിൾ എക്സ് is represented by this small m suffix capital X, and that is equal to integral minus infinity to plus infinity x into fx of x dx, where this fx of x is the probability density function of random variable x. Then ഇതിനെ നമുക്ക് expectation of x ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ഈ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി മീൻ ഓഫ് റാൻഡം വേരിയബിൾ എക്സ്. ഈ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഡിനോട്ട്സ് എക്സ്പെക്ടേഷൻ ഓപ്പറേഷൻ. ഓക്കെ, സോ ഈ ഒരു എക്സ്പെക്ടേഷൻ ഓപ്പറേഷൻ ആണ് ഇത്. ഓക്കെ, അതായത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എക്സ് എഫ് എക്സ് ഓഫ് എക്സ് ഡി എക്സ്. ദെൻ സിമിലർലി വി ക്യാൻ റൈറ്റ് ദി മീൻ ഓഫ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. സോ കൺസിഡർ g of x as a function of random variable x. Then we can write the mean of this g of x as expectation of g of x, and that is equal to integral minus infinity to plus infinity g of x into fx of x dx. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സെയിം ഫോമിൽ തന്നെ ഇക്വേഷൻ നമുക്ക് എഴുതാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എക്സ് എഫ് എക്സ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. അതേപോലെ തന്നെ എക്സ്പെക്ടേഷൻ ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് ഇൻറ്റു എഫ് എക്സ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഇവിടെ നമ്മൾ സ്മോൾ എക്സ് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ദെൻ ഫോർ എ സ്പെഷ്യൽ കേസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ, we obtain the nth moment of the probability distribution of the random variable x, and that is given by expectation of x raised to n, and that is equal to integral minus infinity to plus infinity x raised to n into fx of x dx. ഓക്കെ, അതായത് നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ g of x എന്ന് പറയുന്നത് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ ആകുമ്പോൾ we will get the nth moment of the probability distribution. And the most important moments of x are first two moments. അതായത് ഈ n ഈക്വൽ ടു 1 ആകുമ്പോഴുള്ള കേസും n ഈക്വൽ ടു 2 ആകുമ്പോഴുള്ള കേസും. ആൻഡ് വെൻ ദിസ് n is equal to 1, it gives the mean of the random variable. ഓക്കെ, അതായത് n ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ റീപ്ലേസ് ചെയ്ത് എഴുതാം? ഇറ്റ് വിൽ ബി expectation of x, and that is equal to integral minus infinity to plus infinity x fx of x dx. ഓക്കെ, അതായത് ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഇതെന്താണ്? ഇറ്റ് ഈസ് ദി മീൻ ഓഫ് ദി റാൻഡം വേരിയബിൾ. ഓക്കെ, സോ ഈ nth മൊമെന്റ് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതിൽ n ഈക്വൽ ടു 1 നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ദി മീൻ ഓഫ് ദി റാൻഡം വേരിയബിൾ. ദെൻ ഇതിൽ n ഈക്വൽ ടു 2 ആകുമ്പോഴോ, വെൻ ദിസ് n ഈസ് ഈക്വൽ ടു 2, ഇറ്റ് ഗീവ്സ് ദി മീൻ സ്ക്വയർ വാല്യൂ ഓഫ് എക്സ്. ഓക്കെ, അതായത് മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ.
and that is equal to integral minus infinity to plus infinity x square fx of x dx. Okay, so ഇവിടെ നമുക്ക് x square ടേം ആണ് വന്നിരിക്കുന്നത്. സോ ഇറ്റ് വിൽ ഗിവ് ദി മീൻ സ്ക്വയർ വാല്യൂ. ഈ ഇക്വേഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നമുക്ക് ഇനി ആവശ്യമുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു കൺസിഡർ ദ കേസ് ഓഫ് സെൻട്രൽ മൊമെന്റ്. These central moments are simply the moments of the difference between a random variable x and its mean mx. അതായത് x മൈനസ് എം എക്സിന്റെ മൊമെന്റ്, അതാണ് സെൻട്രൽ മൊമെന്റ് വരുന്നത്. ഓക്കെ, സോ അതിന്റെ ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദി nth സെൻട്രൽ മൊമെന്റ് ഈസ് expectation of x minus mx raised to n, and that is equal to integral minus infinity to plus infinity small x minus mx raised to n into fx of x dx. Then here if n is equal to 1, this central moment is 0. Then here when n is equal to 2, the second central moment is referred as variance of the random variable. Okay, so variance of x is equal to expectation of x minus mx square, and that is equal to integral minus infinity to plus infinity x minus mx raised to 2 into fx of x dx. ഓക്കെ, സോ ഈ nth സെൻട്രൽ മൊമെന്റിൽ n ഈക്വൽ ടു 2 ആകുമ്പോൾ നമുക്ക് വേരിയൻസ് കിട്ടും. ആൻഡ് ദിസ് വേരിയൻസ് ഈസ് കോമൺലി ഡിനോട്ടഡ് ആസ് സിഗ്മ എക്സ് സ്ക്വയർ. ഓക്കെ, ഈ സിഗ്മ സഫിക്സ് ക്യാപിറ്റൽ എക്സ് സ്ക്വയർ ആയിട്ടാണ് നമ്മൾ ഈ വേരിയൻസിനെ ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ വാട്ട് ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ്? ദാറ്റ് ഈസ് sigma x and it is called the standard deviation. Okay, ഈ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ടേം നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ വാല്യൂ അല്ലെങ്കിൽ ഈ ഒരു റാൻഡം വേരിയബിള് അതിൻ്റെ മീനിന്ന് എത്ര ഡിഫറൻ്റ് ആണ് എന്നുള്ളത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ആ ഒരു മീൻ വാല്യൂന്ന് എത്ര മാറിയാണ് ഈ ഒരു റാൻഡം വേരിയബിൾ വരുന്നത് എന്നുള്ളത് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ടേം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ജോയിന്റ് മൊമെന്റ്സിന്റെ കേസ് കൺസിഡർ ചെയ്യാം. അതായത് ഒരു സിംഗിൾ റാൻഡം വേരിയബിൾ കൺസിഡർ ചെയ്യുന്നതിന് പകരം നമുക്ക് രണ്ട് റാൻഡം വേരിയബിൾ കൺസിഡർ ചെയ്തിട്ടുള്ള കേസ് കൺസിഡർ ചെയ്യാം. നമ്മുടെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ അനാലിസിസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഈ ജോയിന്റ് മൊമെന്റ്സ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ കൺസിഡർ എ പെയർ ഓഫ് റാൻഡം വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. ദെൻ the joint moments are the expected value of x raised to j into y raised to k, where j and k may assume any positive integer value. Okay, so joint moments of x and y is denoted by expectation of x raised to j into y raised to k, and that is equal to double integral minus infinity to plus infinity small x raised to j into small y raised to k into small f x comma y of എക്സ് കോമ വൈ ഡി എക്സ് ഡി വൈ. ഓക്കെ, അതായത് നമ്മളിവിടെ ജോയിന്റ് കേസാണ് കൺസിഡർ ചെയ്യുന്നത്. രണ്ട് റാൻഡം വേരിയബിൾസ് നമ്മൾ എടുക്കുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ ജോയിന്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ദെൻ ഈ ഒരു ജോയിന്റ് മൊമെന്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ജെയും കെയും 1 ആയിട്ടുള്ള കേസാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, വെൻ ദിസ് ജെ ആൻഡ് കെ equal to 1, that joint moment is called the correlation. Okay, so correlation is given by expectation of xy. ഈ ഒരു കോറിലേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ രണ്ട് റാൻഡം വേരിയബിൾസ് തമ്മിലുള്ള ആ ഒരു റിലേഷനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ ദി കോറിലേഷൻ ഓഫ് ദി two centered random variables, that means the correlation of x minus ex and y minus ey is called the covariance of x and y. Okay, so covariance of xy is equal to expectation of x minus ex into y minus ey. Okay, so correlation എന്ന് പറയുന്നത് expectation of xy ആണ്, ആൻഡ് കോവേരിയൻസ് എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് ഇ എക്സ് ഇൻറ്റു വൈ മൈനസ് ഇ വൈ ആണ്. ഇനി നമുക്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്താണെന്നുള്ളത് നോക്കാം. ലെറ്റ് സിഗ്മ എക്സ് സ്ക്വയർ ആൻഡ് സിഗ്മ വൈ സ്ക്വയർ ഡിനോട്ട് ദി വേരിയൻസസ് ഓഫ് റാൻഡം വേരിയബിൾസ് എക്സ് ആൻഡ് വൈ റെസ്പെക്റ്റീവ്ലി. ദെൻ ദി കോവേരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈ normalized with respect to sigma x sigma y is called correlation coefficient of x and y, and that correlation coefficient is denoted by rho xy, and as we said that is equal to covariance of xy divided by sigma x sigma y. Then ഇനി പറയുന്ന രണ്ട് പോയിന്റ് ഒന്ന് ഓർത്തിരിക്കുക.
two random variables x and y are uncorrelated if and only if their covariance is 0. Okay, that means if covariance of xy is equal to 0, then these two random variables x and y are uncorrelated. Then two random variables x and y are orthogonal if and only if their correlation is 0. That is, expectation of xy equal to 0 ആണെങ്കിൽ ഈ റാൻഡം വേരിയബിൾ എക്സും വൈയും ഓർത്തോഗണൽ ആയിരിക്കും.